ഹലോ, എങ്ങോട്ടാണ് ഈ യാത്ര എന്നല്ലേ? സ്ത്രീകളുടെ മാത്രം സ്വകാര്യ അഹങ്കാരമായ ഒരിടത്തേക്കാണ് കേട്ടോ, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. നിധി ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. നിധിയെ അമ്മയുടെ മുമ്പിലും കൂടെ കൊണ്ടുവന്ന് ചോറിന് നടത്തിയേക്കാമെന്നൊരു നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വരവ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ വന്നാൽ ഇവിടുന്ന് ഒരു മുഴം മുല്ലപ്പൂ വാങ്ങിച്ച് മുടിയിൽ വെക്കുക എന്നുള്ളത് എന്നത്തെ പോലെ ഒരു ശീലമാണ്. അങ്ങനെ മീനും ഇവിടെ നാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവതിയെ കണ്ട് തൊഴുത് അമ്പലത്തിനകത്ത് തന്നെയാണ് കേട്ടോ ചോറൂണിൻ്റെ മണ്ഡപം ഉള്ളത്. അങ്ങനെ അവിടെ പക്ഷേ ക്യാമറയോ ഫോട്ടോസോ അങ്ങനെ മറ്റൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. പക്ഷേ എന്നിരുന്നാലും അമ്മയുടെ മുമ്പിൽ വന്ന് ആ നേർച്ച നടത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ഹാപ്പിയായി. പിന്നെ പപ്പടവും പരിപ്പും പായസവും ഒക്കെ കൂട്ടി കഴിച്ചതിൻ്റെ ഒരു സന്തോഷം നിധിക്കുട്ടിയുടെ മുഖത്തും ഇല്ലാതില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇവിടെ അടുത്തുള്ള പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും കൂടെ തൊഴുതതിന് ശേഷം പിന്നെ പത്മനാഭൻ്റെ മുമ്പിൽ വന്നാൽ ആളെ കാണാതെ എങ്ങനെ തിരിച്ചു പോകുന്നത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും കൂടെ തൊഴുതതിന് ശേഷം നാലമല ദർശനം കഴിഞ്ഞ്